നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസ ഹൃദയങ്ങളുടെ നിലവുകളെ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മുഖത്തിൽ നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയും ഇല്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവരിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഞാനായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോടും പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാളന്റെ വിശുദ്ധ വഴികൾ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവരുടെ പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, പാപം ചെയ്തിരിക്കുന്നതിന് പറയുന്നു. സത്യമായ ക്രിസ്തുവിൽ കൂടതലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ പ്രഭാവഴി കേൾക്കുവിൻ. അധ്വാനിക്കുന്നവരും ഭാരമുള്ളവരെ എല്ലാവരും അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവരെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശുമാകളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. കരുത്തൻ പാപം ചെയ്തുവെങ്കിലോ
നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവിനടുത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസാന്തത്തോട് സത്യവിശ്വാസത്തോട് തങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുകയും ചെയ്ത് എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളെ സകല പാപങ്ങളും ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ എന്തൊക്കെയുള്ള പ്രത്യേക അപേക്ഷകളും ഭേദമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ ഉപദേശത്താൽ ആശ്വാസപ്രദന്റെ വരവിനായി ശിഷ്യന്മാരെ ഒരുക്കിയ സർവശക്തനായ ദൈവമേ, ദൈവത്തിനാൽ പരിശുദ്ധാത്മാവരെ അന്വേഷിക്കുന്നവരായി അങ്ങയുടെ ഭൃത്യന്മാരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണം. അങ്ങനെ അവർ അനുതാപവും വിശ്വസ്തതയുമുള്ള ഹൃദയമുള്ളവരായി അടുത്തു വരുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താൽ നിറയപ്പെടേണ്ടതിന് കൃപ ചെയ്യണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായി ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഉന്നതനും വിശുദ്ധനുമായ നിത്യനാം ദൈവമേ, ഒരു കെട്ടിടത്തിനും ദൈവമഹത്വം ഉൾക്കൊള്ളുവാനും നിന്റെ സ്നേഹത്തിന്റെ അത്ഭുതങ്ങളെ വെളിവാക്കുവാനും സാധ്യമല്ലല്ലോ. സന്മനസ്സോടുകൂടെ വരുവാനുള്ള സ്ഥലമായി ഈ കെട്ടിടം ഉപയോഗിക്കുവാൻ സന്തോഷത്തോടെ നീ ആരാധിക്കാൻ വചനം പഠിക്കുന്നതിലൂടെ അങ്ങ് സത്യം ഗ്രഹിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ കൂടിവരവുകളിലേക്കും അങ്ങയുടെ ആശീർവാദം ഉണ്ടായി പ്രവർത്തന നിരതമായ ദൈവാത്മാവിന്റെ അടയാളമായി ഈ കെട്ടിടം നിലനിൽക്കുവാൻ സഹായിക്കണമേ.